അപ്പോൾ ഇന്ന് കടമ്പക്കുടിയിൽ നിന്ന് നമ്മൾ ചാത്തനാടോട്ട് പോയാണ്. ചാത്തനാട് പാലം കാണാം. ആ പാലം കാണാൻ വേണ്ടിയാണ് മെയിൻ ഉദ്ദേശിച്ച് പോകുന്നത്. അപ്പോൾ വീട്ടിലോട്ട് കടന്നാലോ. കടമ്പക്കുടിയിൽ നിന്ന് എളുപ്പത്തിൽ ചാത്തനാടോട് വരാൻ പറ്റിയൊരു പാലം. രാവിലെ തന്നെ മോർണിംഗ് എക്സസൈസിനായിട്ട് രാവിലെ നടക്കാൻ വേണ്ടി കടമ്പക്കുടി വരാറുണ്ട്. പിന്നെ അടുത്ത് തന്നെ ഈ കടമ്പക്കുടി ചാത്തനാട് പാലം വീഡിയോ എടുക്കാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നേരത്തെ ആണെങ്കിൽ കടമ്പക്കുടി ഉള്ളവരിക്കും അല്ലെങ്കിൽ ഒരു ചെറായി പോകണമെങ്കിലാണ് ചുറ്റു വളഞ്ഞ് കുനുമാവ് വഴി പറവൂര് ചെന്നിട്ട് വേണം, അല്ലെങ്കിൽ കുനുമാവ് ആറാട്ട് പാലം വഴി കോട്ടുപള്ളി കിടന്നിട്ട് വേണം എന്താ ആ 2 വീലർ വണ്ടിയൊക്കെ ഉള്ളവർക്ക് വളഞ്ഞ് തിരിഞ്ഞൊക്കെ വേണം അവിടെ എത്താൻ. ഇപ്പോൾ ഈ പാലം ഇങ്ങനെ വന്നുകൊണ്ട് എളുപ്പത്തിൽ പോയി വരാം. അല്ലെങ്കിൽ ഇവിടെ കിടത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയണ കാറൊക്കെ ഉണ്ടെങ്കിലും ഒരു അറ്റത്തുള്ളവർക്ക് അങ്ങനെ ആശ്രയിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പാലം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എളുപ്പത്തിൽ പോകാൻ പറ്റും. ചാത്തനാട് ഭാഗത്ത് എത്തിക്കഴിഞ്ഞ് അപ്പോൾ ഇതാണ് ചാത്തനാട് ഭാഗം ഏരിയ. അപ്പോൾ ഞാൻ തിരിച്ചു പോയാണ്. ഞാൻ കടമ്പക്കുടിയിൽ നിന്ന് വന്നത്, കടമ്പക്കുടി തന്നെ തിരിച്ചു പോയാണ്. ഇപ്പോൾ ചാത്തനാട് ഭാഗത്ത് നിന്ന് കടമ്പക്കുടിയിലോട്ട് നടക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കന് എനേബിൾ ചെയ്യാനൊന്നും മറക്കണ്ട, ചെയ്തോളൂ. അപ്പുറത്ത് കൊച്ചിയാണ് എന്തോ കാണാം കേട്ടോ. കടമ്പക്കുടിയാണത്. കടമ്പക്കുടി പ്രഭാത കാഴ്ചകളാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ ചാത്തനാടിൽ നിന്ന് കടമ്പക്കുടിയിൽ എത്തിയപ്പോൾ ഇവിടുത്തെ ചെറിയ കാഴ്ചകളാണിത്. ഞാൻ വന്ന സ്പോട്ടിലേക്ക് ഏകദേശം എത്താറായി. ഒരു 10 മിനിറ്റ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിലെത്താം. കൂടുതലും മെയിൻ ജംഗ്ഷനിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെയാണ് ആ പോയിന്റിൽ ആ ബസ് വന്ന് കിടക്കുകയും ഇവിടുന്ന് പറവൂരും വൈറ്റില ഉണ്ടോയെന്നറിയില്ല, വൈറ്റില അങ്ങനെ ബസ് സർവീസൊക്കെ ഉണ്ട്. സ്കൂൾ നേരം ആയതുകൊണ്ട് സ്കൂൾ വണ്ടിയൊക്കെ പോണതൊക്കെ കാണാവും ഇവിടെ. എനിക്ക് കുറച്ച് വേണം പോകണം. അവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. ഓപ്പൺ ജിമ്മിൽ നിന്ന് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ. ഒരു 8:30 നല്ല വെയിലാണ്. വെയിലടിച്ചിട്ട് നല്ല ചൂടുണ്ട്. നമ്മൾ സ്കൂളിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് VHSC സ്കൂൾ. ഇവിടെയൊക്കെ പ്രത്യേക ഒരു പുല്ല് എന്ത് സാധനമെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ വളർന്നിരിക്കണ കാണാം. പുല്ല എന്ത് സാധനമാണത്. ഇതാണ് മെയിൻ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കടകളും സഹകരണ ബാങ്കും ഒക്കെ കാണാം. ഇവിടെ ഇത് ആ പുല്ല് വെട്ടിയിട്ടാണ് കാണാം. നേരിട്ടില്ലേ അതിൻ്റെ കുറ്റികൾ വന്ന് വീണിരിക്കുന്നതാണ് കാണാം. ഇത് വളർന്ന് പിന്നെ ഒരു കണ്ടൽക്കാടായിട്ട് മാറും. രാവിലെ തന്നെ ആളുകൾ എക്സസൈസിനായി നടന്നു വന്നിട്ട് ഈ ഭാഗങ്ങളിൽ നിന്നിട്ടും ചെറിയ എക്സസൈസ് നടത്തിയിട്ട് ഓപ്പൺ ജിമ്മിലോട്ട് നടന്ന് പോകുന്നത് കാഴ്ച കാണാം. ചില സമയങ്ങളിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആണെങ്കിൽ ഇടുക്കി മലനിരകളൊക്കെ ഇവിടുന്ന് കാണാവുന്നതാണ് ചെറുതായിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കടമ്പക്കുടി നോക്കിയപ്പോൾ ഒരു മല പോലെയൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്. ആ അറ്റത്തുള്ള ഭാഗത്ത് പോയാലാണ് ഓപ്പൺ ജിമ്മുള്ളത്. ഇവിടെ കുറച്ച് പുള്ളിമരങ്ങളും പല വേറെ തരം മരങ്ങളൊക്കെയാണ് കാണുന്നത്. ധാരാളം നീർക്കാക്കകളൊക്കെ ഇവിടെ കാണാം കേട്ടോ. അതേ ഇവിടെ 2 നീർക്കാക്കകൾ കാണുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കാക്കളിൽ നിന്ന് നിൽക്കുന്നത് കാണാം. അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊക്ക് ഇരിക്കുന്നത് കാണാം. ഒന്നുകൂടി സൂം ചെയ്യട്ടെ. ഇതുണ്ട് കൊക്ക് കാണാം. ഇതുണ്ട് നീർക്കാക്കകൾ. ഇതൊരു വേറെ ഏതോ കിളികളാണെന്ന് തോന്നുന്നു. ഈ കിളിയുടെ പേര് എനിക്കറിയില്ല. മലമ്പാമ്പടക്കം അല്ലെങ്കിൽ വീരം ഇവിടെ കിടക്കുന്നത്. മനുഷ്യനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഒട്ടനവധി വീഡിയോകളിലുണ്ട് താനും. ഇതാണ് മെയിൻ ടൂറിസ്റ്റ് ഏരിയ ഇവിടുത്തെ. ഡോഗ്, അടുത്ത ഡോഗ് കേട്ടോ. ഓപ്പൺ ജിമ്മിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ദൈവകോട് ഓപ്പൺ ജിമ്മാണ്. ഇവിടെയാണ് ഓപ്പൺ ജിമ്മ്. ഈ ഭാഗത്താണ് ഞാൻ വരുന്നത് എക്സസൈസ് ചെയ്യാൻ. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഓപ്പൺ ജിമ്മിനെ പറ്റിയൊക്കെ. അത് കാണാൻ കേട്ടോ.